വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനം ഏകപക്ഷീയമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. വന്യജീവി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിച്ചാൽ മതിയാകില്ല. കേന്ദ്ര സർക്കാരിനെ ബോധപൂർവ്വം വിമർശിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ഒരളവോളം ശരിയാണ്. എന്നാൽ അതിനൊരു ഏകപക്ഷീയതയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പരിഹാര നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ കേന്ദ്ര നിയമങ്ങളെക്കുറിച്ചും അത് മാറ്റിയെടുക്കാൻ നടത്തേണ്ട ശ്രമങ്ങളെക്കുറിച്ചും ആ ഇടയലേഖനം ബോധപൂർവമായ മൗനം പാലിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇങ്ങനൊരു ഇടയലേഖനം ഇറക്കി എന്നതുകൊണ്ട് മാത്രം അവരുടെ നിലപാടുകളെയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ചെറുതായി കാണാനോ നിസ്സാരവൽക്കരിക്കാനോ അവഗണിക്കാനോ ഗവൺമെന്റ് തെരുവിക്കമല്ല. സമീർ സി മുഹമ്മദ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സമീർ, എന്താണ് മന്ത്രിയുടെ ആരോപണം? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? താമരശ്ശേരി രൂപത ഇന്ന് ഒരു ഇടയലേഖനം പുറത്തിറക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആ ഇടയലേഖനം പുറത്തിറങ്ങിയത്. അതിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉൾപ്പെടെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ചില നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഇതോടൊപ്പമാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി ഈ ഇടയലേഖനത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാർ വിഷയങ്ങളെ കാര്യഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നില്ല, വന്യജീവി ആക്രമണം തടയാൻ ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം കാണുന്നില്ല, മാത്രമല്ല വലിയ രീതിയിൽ കർഷകർ ആക്രമണത്തിന് ഇരയാകുന്നു, അവർക്കൊന്നും നഷ്ടപരിഹാരം നൽകുന്നുമില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു ഒരു സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രി കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. അതേസമയം തന്നെ വിമർശനത്തിനൊരു ഏകപക്ഷീയ സ്വഭാവമുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലം കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളാണ്. പക്ഷേ ഈ വിമർശനങ്ങളിൽ ഒരിടത്ത് പോലും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ല. ബോധപൂർവ്വം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാതെയുള്ള ഒരു ഇടയലേഖനമാണ് ഇന്ന് പുറത്തിറക്കിയത് എന്നതാണ് മന്ത്രി പറയുന്നത്. ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിഷയത്തിൽ അന്തിമ പരിഹാരം കാണേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെയാണ് പ്രധാനമായും വിമർശിക്കേണ്ടത്, സംസ്ഥാന സർക്കാരിനെയല്ല എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം ഇടയലേഖനത്തിൽ പറയുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കർഷകരുടെ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ശരി, സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.